ഫുട്ബോൾ ലോകത്ത് നാം പല സൂപ്പർ താരങ്ങളെയും കാണാറുണ്ട്. അവരുടെ വേഗത, കഴിവുകൾ, ഗോളുകൾ, ട്രോഫികൾ എന്നിവയെക്കുറിച്ചെല്ലാം ലോകമിന്ന് സംസാരിക്കുന്നു. എന്നാൽ ചില താരങ്ങൾ, അവരുടെ കഥകൾ വിശ്വാസത്തിന്റെ കഥകളാണ്. ലോകം അവരുടെ വിജയങ്ങൾ കണ്ടു, പക്ഷെ അവരുടെ കണ്ണുനീരും പ്രാർത്ഥനകളും ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും പലരും അറിയുന്നില്ല. നെയ്മർ ജൂനിയർ എന്ന പേര് കേൾക്കാത്ത ഫുട്ബോൾ ആരാധകർ വളരെ കുറവാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. വേഗതയും കഴിവും റെക്കോർഡുകൾ എല്ലാം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നെയ്മറിന്റെ ജീവിതത്തിന് മറ്റൊരു കഥയുണ്ട്. അത് യേശുവിനെക്കുറിച്ചുള്ള കഥയാണ്. ചെറുപ്പം മുതൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നു നെയ്മറിന്റെ ജീവിതം. കുടുംബം പല പ്രയാസങ്ങളും നേരിട്ടു, പക്ഷേ അവരുടെ വിശ്വാസം ശക്തമായിരുന്നു. നെയ്മർ പലപ്പോഴും പറയാറുണ്ട്, എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ലോകപ്രശസ്തനായി തീർന്നതിനു ശേഷവും അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ മടി കാണിക്കാറില്ലായിരുന്നു. മത്സരത്തിനു മുമ്പ് പ്രാർത്ഥിക്കുകയും മത്സരത്തിനു ശേഷം ദൈവത്തോട് നന്ദി പറയുകയും ഇവ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. 2016 ബ്രസീൽ ഒളിമ്പിക് സ്വർണം നേടിയപ്പോൾ ലോകമൊരു കാഴ്ച കണ്ടു. നെയ്മർ മൈതാനത്ത് മുട്ടുകുത്തി കരയുകയായിരുന്നു. ആ നിമിഷം അദ്ദേഹം സ്വയം മഹത്വപ്പെടുത്തുകയായിരുന്നില്ല, ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു. പലർക്കും വിജയത്തിന്റെ സമയത്ത് ദൈവത്തെ മറക്കാൻ എളുപ്പമാണ്. പക്ഷേ നെയ്മർ വിജയങ്ങളുടെ നടുവിലും ദൈവത്തെ ഓർത്തു, ദൈവത്തിന് നന്ദി പറഞ്ഞു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണ് എന്ന്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊരു വലിയ സന്ദേശമാണ്. പ്രശസ്തി കിട്ടിയാലും ദൈവത്തെ നാം മറക്കരുത്. വിജയം വന്നാലും നാം വിനയം നഷ്ടപ്പെടുത്തരുത്. കാരണം വിജയത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് മനുഷ്യനായിരിക്കാം, പക്ഷേ അവസരങ്ങൾ നൽകുന്നത് ദൈവമാണ്. നെയ്മറിന്റെ കഥ നമുക്ക് നൽകുന്ന പാഠം ദൈവത്തെ ആവശ്യമുള്ളത് പരാജയ സമയത്ത് മാത്രമല്ല, വിജയത്തിന്റെ സമയത്തും ദൈവത്തെ ഓർക്കണം എന്നാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.